ഹലോ ഫ്രണ്ട്സ്, പുതിയ സമ്പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ വർഷം ദീപാവലിയോടുകൂടി മാർക്കറ്റിൻ്റെ മൂഡ് ഒരു പുതിയ തലത്തിലേക്ക് വരും എന്നൊക്കെയാണ് വിശ്വാസം. കാരണം ഗവൺമെൻറ് മാർക്കറ്റിൻ്റെ ബൂസ്റ്റിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. മാർക്കറ്റിനെ അങ്ങോട്ട് ദീപാവലിക്ക് ശേഷം ഈ ഒരു ഫെസ്റ്റിവൽ സീസണോട് കൂടി പുതിയ തലത്തിലേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ പല സെക്ടറുകളിലും പല സ്റ്റോക്കുകളിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കലാണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടർ കോവിഡിന് ശേഷം ഒരു ചെറിയ റിക്കവറിങ് പാതയിലാണ്. ഇപ്പോൾ കൂടുതൽ ഗ്ലോബൽ സാഹചര്യങ്ങൾ സ്പെഷ്യാലിറ്റി കെമിക്കലുകൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി. ഇത് വളരെ താഴ്ന്ന നിലവാരത്തിൽ നമ്മൾ പലപ്പോഴായിട്ടും സ്റ്റോക്ക് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ 450 നിലവാരത്തിൽ വന്നു നിൽക്കുന്നു. HSCL എന്നുള്ളതാണ് ഇതിൻ്റെ ടിക്കർ കോഡ് വരുന്നത്. 460 രൂപയ്ക്കാണ് ഇപ്പോൾ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഈ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ കാർബൺ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്ന, അതായത് ടയർ ഇൻഡസ്ട്രീസിനും അലുമിനിയം മെറ്റൽ ഇൻഡസ്ട്രീസിനൊക്കെ ആവശ്യമുള്ള കാർബൺ ബ്ലോക്കുകളും ഹൈ എൻഡ് കാർബൺ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇവിടെ പ്രൊഡക്റ്റ് ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് ലിഥിയം അയൺ ബാറ്ററികളിലും അതുപോലെ തന്നെ ഹൈ എനർജി എനർജി സൊല്യൂഷൻസിലും ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടു. കാരണം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 5.7% നിന്നും ഇപ്പോൾ 14.4% വർദ്ധിച്ചിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 2020 7.4% ഓപ്പറേറ്റിംഗ് മാർജിൻ ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ ഉയർന്ന് 13.2% വർദ്ധിച്ചിരിക്കുന്നു. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, പ്രത്യേകിച്ചും ഈ ഹൈ മാർജിൻ പ്രൊഡക്റ്റുകളിലാണ് കമ്പനി ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പഴയ തരത്തിലുള്ള കാർബൺ ബ്ലോക്കുകളും മറ്റുമൊക്കെ കുറച്ചുകൊണ്ട് ഹൈ എൻഡ് മാർജിൻ പ്രൊഡക്റ്റുകൾ, അതായത് ഈ ലിഥിയം ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈ എൻഡ് സ്റ്റോറേജ് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന കാർബൺ പ്രൊഡക്ട്സുകളാണ് ഇപ്പോൾ കമ്പനി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള ഡെവലപ്മെൻറ്റ് പ്ലാനുകൾ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതായത് ലിഥിയം ബാറ്ററി മെറ്റീരിയൽസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള, ആ ഒരു പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള പദ്ധതികളിലേക്ക് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. 1125 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു രംഗത്ത് കമ്പനി വിജയിക്കാൻ പോകുന്നത്. അത് LFP കാത്തോഡ് ആക്റ്റീവ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനുകളാണ് നൽകുന്നത്. ഇത് 40,000 മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റിയിലാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. 2027 Q3 കൂടി ഇത് പ്രാവർത്തികമാകും. അത് 2 ലക്ഷം മെട്രിക് ടൺ പെർ ആനം വരെ കപ്പാസിറ്റി സ്കെയിൽ അപ്പ് ചെയ്യാനുള്ള പദ്ധതിയും ഇതിലുണ്ട്. അതിന് പുറമെ സ്പെഷ്യാലിറ്റി കാർബൺ ബ്ലോക്കിൽ ഏകദേശം 220 കോടി രൂപയുടെ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷന് കമ്പനി മുതിരുന്നുണ്ട്. സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 120 കോടി രൂപയുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ടയർ ബിസിനസ്സിലും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും. ഹിമാദ്രി